ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശവോടക്ക് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി അസ്ഥി കൂടെ മാത്രമേ ഉള്ളൂ. അതിന്റെ മജ്ജയും അതിന്റെ മാംസവും ഒക്കെ കൃത്യമായി ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പലരും BJP-യിലേക്ക് സംഘപരിവാർ രാഷ്ട്രീയത്തിലോട്ടും ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഭരണഘടനയോട് സ്നേഹമുള്ള കുറച്ചധികം പേർ ആം ആദ്മി പാർട്ടിയല്ല ഇനി കോൺഗ്രസ് ആണ് ശരി എന്ന രീതിയിലേക്ക് പോകുന്നു. നമുക്ക് പഞ്ചാബിൽ ഈയിടയിൽ തന്നെ ഏകദേശം 3000 പ്രവർത്തകരാണ്, ആം ആദ്മി പ്രവർത്തകരാണ് ബൂത്ത് തലത്തിൽ, അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലൊക്കെ, അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിൽ ഒരു കൊട്ടിഘോഷത്തോടെ തന്നെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഉൾപ്പെടെ തിരിച്ചു കോൺഗ്രസിലേക്ക് വരുന്ന സാഹചര്യമാണിത്. പക്ഷേ എന്നാൽ പോലും കോൺഗ്രസ് അവിടെ ഉയർത്തിക്കാണിക്കാൻ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിക്കാൻ വേണ്ടിയല്ല ശ്രമിക്കുന്നത്. ഭരണം തിരിച്ചു പിടിക്കലാണ് പ്രധാനപ്പെട്ട ജോലി. അമരീന്ദർ സിംഗിന് ഇനി ഭരണം കൊടുക്കാനോ അല്ലെങ്കിൽ മത്സരിപ്പിക്കാനുള്ള ടിക്കറ്റ് കൊടുക്കാനോ ഒന്നും കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അതിന് കാരണമാകുന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പോയി എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അത് തടയേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് ദേശീയ നേതൃത്വം എടുത്ത ഉചിതമായ തീരുമാനമാണ്. ഡൽഹിയിൽ നമുക്കറിയാം ആം ആദ്മി പാർട്ടി BJP-ക്ക് അധികാരം കൈവെള്ളയിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. രേഖാ ഗുപ്ത മുഖ്യമന്ത്രിയായതിന് കാരണമായതും അതൊക്കെ തന്നെയാണ്. കെജ്രിവാളിന്റെ പരാജയം ഉൾപ്പെടെ അതോടുകൂടി ആം ആദ്മി ഡൽഹി ഘടകം ഏറെക്കുറെ സംപൂജ്യരായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അവിടെ ഡൽഹിയിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുമ്പോൾ കൃത്യമായും കോൺഗ്രസ് വേഴ്സസ് BJP എന്ന പഴയ ഫോർമുലയിലേക്ക് തന്നെ സാഹചര്യങ്ങൾ മാറി മറിയും എന്നുള്ള കാര്യം വ്യക്തമാണ്. പഞ്ചാബിൽ എങ്ങനെയും നുഴഞ്ഞു കയറാൻ, അതായത് അധികാരത്തിൽ നുഴഞ്ഞു കയറാനായി BJP വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പതിറ്റാണ്ടുകളായി. ശിരോമണി അകാലിദളിനോടൊപ്പം കൂടി സഖ്യം ചേർന്നുകൊണ്ട് ഭരിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ BJP-ക്ക് കാര്യമായ നേട്ടമൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് അവരെ വല്ലാതെ വിറളി പിടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതിന് മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായും പ്രധാനപ്പെട്ട ഗ്ലാമർ താരങ്ങളെ കൊണ്ടുവരിക. രാഘവ് ചന്ദയെ പോലെ ആം ആദ്മിയിൽ പലരെയും BJP ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പിൻവാതിൽ തന്ത്രങ്ങളൊക്കെ അണിയറയിൽ ഒരുക്കിയിട്ടുമുണ്ട്. അതിനുവേണ്ടിയുള്ള മെഗാ പ്ലാൻ അമിത്ഷായും കൂട്ടാളികളും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ സാഹചര്യം എന്തെന്ന് വെച്ചാൽ ഈ 2 പ്രദേശങ്ങളും, ആം ആദ്മി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള 2 പ്രദേശങ്ങളും, അവിടെ ആ വോട്ടുകളെല്ലാം തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം കോൺഗ്രസ് വോട്ടുകളാണ് ആം ആദ്മിയിലേക്ക് ഒരു ഘട്ടത്തിൽ ഒഴുകിയെത്തിയത്. ആ വോട്ടുകൾ തിരിച്ച് കോൺഗ്രസിലേക്ക് സാഹചര്യങ്ങൾ മാറി മറിയുന്നതോടെ എത്തുന്നു. ഇതൊരു സുവർണ നേട്ടമായി അല്ലെങ്കിൽ ഒരു സുവർണ ഘട്ടമായി കണക്കാക്കാം. 2027 തുടക്കമാകുമ്പോൾ അതിന്റെ അലയൊലികൾ കോൺഗ്രസിന് നേട്ടമായി കൊയ്യാൻ പറ്റും എന്ന വിശ്വാസമാണ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത്.